നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 9-ാമത്തെ അധ്യായം ഗംഗാ മഹാത്മ്യത്തിലെ സൗദാസ ശാപമോക്ഷം. നാരദൻ ചോദിച്ചു, എങ്ങനെയാണ് സൗദാസന് ശാപം കിട്ടിയത്? ഗംഗാജലം കൊണ്ട് എങ്ങനെ മോചനം നേടി? സനകൻ പറഞ്ഞു, ധർമാനുഷ്ഠാന തൽപരനും ഗുണസമ്പന്നനുമായ സൗദാസൻ പ്രജകളെ സ്വന്തം പുത്രന്മാരെ എന്ന പോലെ സംരക്ഷിച്ചു പോന്നു. സകരൻ പണ്ട് രാജ്യപരിപാലനം നടത്തിയിരുന്നത് പോലെ തന്നെ 30,000 സംവത്സരം അദ്ദേഹം ഭരിച്ചു. ഒരിക്കൽ രാജാവിന് നായാട്ടിൽ താല്പര്യം ജനിച്ചു. വിശ്വസ്തരായ മന്ത്രിമാർ പരിശോധന നടത്തിയ വനത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. നിഷാദന്മാരോട് ചേർന്ന് നായാട്ട് നടത്തിക്കൊണ്ടിരുന്നു. ദാഹം തോന്നിയപ്പോൾ രേവാ നദിയിലേക്ക് വന്നു. അവിടെ കുളിച്ച് ദൈനംദിന കൃത്യങ്ങൾ നിർവഹിച്ച് മന്ത്രിമാരോടൊപ്പം കാട്ടിൽ ചുറ്റിക്കറങ്ങി. ഓരോ വനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് വില്ലുകൊലിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാജകുമാരൻ ഒറ്റയ്ക്കായി. ദൂരെ ഒരു കൃഷ്ണമൃഗത്തെ കണ്ട് അതിനെ പിന്തുടർന്നു. കൂട്ടാളികളിൽ നിന്നെല്ലാം വളരെ അകന്നുപോയി കഴിഞ്ഞിരുന്ന കുമാരൻ ഒരു ഗുഹയിൽ രതിക്രീഡയിൽ വ്യാപൃതരായ 2 പുലികളെ കണ്ടു. മാനിനെ ഉപേക്ഷിച്ച് രാജകുമാരൻ പുലിയുടെ നേരെ തിരിഞ്ഞു. അമ്പയച്ച് പെൺപുലിയെ താഴെ വീഴ്ത്തി. താഴെ വീണ പുലിയുടെ ശരീരത്തിന് 36 യോജന നീളമുണ്ടായിരുന്നു. ഉടൻ അവൾ ഇടിമുഴക്കം പോലെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് രാക്ഷസിയായി. വ്യാഘ്രരൂപിയായ രാക്ഷസനാകട്ടെ, ഞാൻ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മിത്രസഹൻ സൈന്യത്തിനടുത്ത് വന്ന് നടന്ന സംഭവമെല്ലാം അറിയിച്ചു. അതീവ ദുഃഖത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. രാക്ഷസനെ പേടിച്ച് മൃഗയാവിനോദം തന്നെ രാജാവ് ഉപേക്ഷിച്ചു. കാലം കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ പേടി ഒന്നു കുറഞ്ഞു. വസിഷ്ഠനുമായി ആലോചിച്ച് രാജാവ് ഒരു അശ്വമേധം നടത്താൻ തീരുമാനിച്ചു. ബ്രഹ്മാദി ദേവന്മാർക്ക് യഥാവിധി ഹവിസ് അർപ്പിച്ചു. യാഗാവസാനത്തിലെ അവഭൃത സ്നാനം കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഭാര്യയെ നഷ്ടപ്പെട്ട രാക്ഷസൻ അവിടെ എത്തി. ഗുരു അവിടെ നിന്ന് പോയപ്പോൾ ഗുരുവിന്റെ വേഷം ധരിച്ച രാക്ഷസൻ വന്നിട്ട് തനിക്ക് മാംസം ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇയാൾ വീണ്ടും പാചകക്കാരന്റെ വേഷം ധരിച്ച് മനുഷ്യമാംസം പാകം ചെയ്ത് രാജാവിന്റെ മുമ്പിൽ വെച്ചു. സുവർണപാത്രത്തിൽ മനുഷ്യമാംസവുമായി രാജാവ് ഗുരുവിനെ കാത്തിരുന്നു. ഗുരു വന്നപ്പോൾ സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട വസിഷ്ഠൻ അത്ഭുതപ്പെട്ടു. എനിക്ക് മനുഷ്യമാംസം നൽകാൻ മാത്രം ഇയാൾ ചീത്തയാണോ എന്ന് സംശയിച്ചു. എന്നെ പോലെ ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത മാംസം തന്ന് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച നീ ഇത്തരം ആഹാരം കഴിക്കുന്ന രാക്ഷസന്മാരുടെ വംശത്തിൽ തന്നെ ജീവിച്ചാലും എന്ന് ശപിച്ചു. വിറച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, അങ്ങ് പറഞ്ഞിട്ടാണല്ലോ ഞാനിത് ചെയ്തത്. ദിവ്യചക്ഷുസുകൊണ്ട് വസിഷ്ഠൻ ഇത് രാക്ഷസന്റെ വഞ്ചനയാണ് എന്ന് മനസ്സിലാക്കി. രാജാവ് ജലമെടുത്ത് വസിഷ്ഠനെ തിരിച്ച് ശപിക്കാൻ ആരംഭിച്ചു. ശാപം കിട്ടിയ ഗുരു വീണ്ടും കോപിഷ്ഠനായി. ഇത് കണ്ട് രാജപത്നി മദയന്തി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ക്ഷത്രിയ, കോപമടക്കൂ. നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗുരുവിനോട് നീചമായി സംസാരിക്കുന്ന ആൾ വെള്ളമില്ലാത്ത വനത്തിൽ ബ്രഹ്മരക്ഷസായി ജനിക്കും. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനും ക്രോധത്തിന് അടിമപ്പെടാത്തവരും ഗുരു ശുശ്രൂഷ ചെയ്യുന്നവരുമാണ് ബ്രഹ്മസവിധത്തിൽ എത്തുന്നത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇത് കേട്ട് രാജാവ് കോപമടക്കി ഭാര്യയെ അഭിനന്ദിച്ചു. ശാപത്തിനായി കയ്യിലെടുത്ത ജലം എവിടെ കളയണം എന്നായി. രാജാവിന്റെ ചിന്ത, ആ ജലം എവിടെ വീണാലും അവിടെ ഭസ്മമായി പോകും. രാജാവ് ജലം സ്വന്തം കാലിൽ തന്നെ ഒഴിച്ചു. വെള്ളം വീണതും കാല് രണ്ടും കരിഞ്ഞുപോയി. അന്നു മുതൽ കന്മാഷബാധൻ എന്നാണ് രാജാവ് അറിയപ്പെടുന്നത്. പ്രിയയുടെ ആശ്വാസവചനം കേട്ട് വീണ്ടും ഗുരുപാദങ്ങളെ വണങ്ങി. ക്ഷമിച്ചാലും ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മുനി വിഷമിച്ച് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, അവിവേകമാണ് എല്ലാ ആപത്തുകളുടെയും കാരണം. വിവേകമില്ലാത്തവൻ മൃഗതുല്യനാണ്. രാജാവ് സ്വയം അറിയാതെയാണ് ഇത് ചെയ്തത്. അതിന് ശപിക്കാൻ മുതിർന്ന ഞാനും വിവേകരഹിതനാണ്. വിവേകമുള്ളവന് നിർവൃതി കിട്ടുമ്പോൾ അതില്ലാത്തവന് കിട്ടുന്നത് നിർവൃതി രാഹിത്യമാണ്. ഇത്രയും ആത്മകഥമായി പറഞ്ഞിട്ട് മുനി രാജാവിനോട് പറഞ്ഞു, എൻ്റെ ശാപം അനന്തകാലം നിലനിൽക്കില്ല. 12 വർഷം മാത്രം. അത് കഴിയുമ്പോൾ ഗംഗാജലം കൊണ്ട് അഭിഷിക്തനായി പഴയ രൂപം നേടാം. വസിഷ്ഠൻ തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. രാജാവ് രാക്ഷസ രൂപത്തിൽ തന്നെ ദുഃഖത്തോടെ ജീവിച്ചു. വിശപ്പും ദാഹവും സഹിച്ച് ക്രുദ്ധനായി കറുത്ത വാവിനാളിലെ രാത്രി പോലെ വിജനമായ കാനനത്തിൽ സഞ്ചരിച്ചു. മൃഗങ്ങൾ, മനുഷ്യർ, ഇഴജന്തുക്കൾ, പക്ഷികൾ, കുരങ്ങന്മാർ എന്നിങ്ങനെ കയ്യിൽ കിട്ടിയതെല്ലാം ഭക്ഷിച്ചു. അസ്ഥികൂട്ടങ്ങളെ കൊണ്ടും മുടിക്കെട്ടുകളെ കൊണ്ടും ഭൂമി പേടിപ്പെടുത്തുന്നതായി 3 ഋതുക്കൾ കഴിഞ്ഞപ്പോഴേക്കും 100 യോജന വിസ്തൃതിയിൽ ഭൂമി ദയനീയാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്ത പ്രദേശത്തേക്ക് കടന്ന് ഇത് തന്നെ ആവർത്തിച്ചു. ഇങ്ങനെ മുന്നോട്ട് നീങ്ങി രാക്ഷസരൂപിയായ രാജാവ് സിദ്ധന്മാരും മഹർഷിമാരും വസിക്കുന്ന
നർമ്മദാ തീരത്തെത്തി. അവിടെ ഏവർക്കും പേടിയുണ്ടാക്കിക്കൊണ്ട് വിരഹിക്കുന്നതിനിടയിൽ പത്നിയോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്ന ഒരു മഹർഷിയെ കണ്ടു. വിശന്നു പൊരിഞ്ഞിരുന്ന രാക്ഷസൻ വേടൻ മാൻകുട്ടിയെ എന്ന പോലെ മഹർഷിയെ ഓടിച്ചെന്നു പിടിച്ചു. തന്റെ പതി രാക്ഷസന്റെ കയ്യിൽ അകപ്പെട്ടത് കണ്ട ബ്രാഹ്മണ സ്ത്രീ ശിരസിൽ കൈവച്ച് തൊഴുതു പിടിച്ചുകൊണ്ട് പേടിയോടെ പറഞ്ഞു, അല്ലയോ രാജാവേ, പേടിച്ചിരിക്കുന്ന എന്നെ രക്ഷിച്ചാലും പ്രിയന്റെ പ്രാണൻ നൽകി എന്റെ ആഗ്രഹം സാധിച്ചു തന്നാലും സൂര്യവംശജനായ മിത്രസഹനാണല്ലോ അങ്ങ്, രാക്ഷസനല്ലല്ലോ. വനത്തിൽ അനാഥയായി തീർന്ന് എന്നെ രക്ഷിച്ചാലും സ്ത്രീ ഭർത്താവില്ലാത്തവളായാൽ മരിച്ചതിന് സമമാണ്. അപ്പോൾ പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിധവയായവളെ കുറിച്ച് പറയാനുണ്ടോ? എൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയില്ല, എനിക്ക് ബന്ധുക്കളുമില്ല. പതി മാത്രമാണ് എനിക്ക് ആശ്രയം. സ്ത്രീകളുടെ ധർമ്മങ്ങളെല്ലാം നന്നായി അറിയാവുന്ന അങ്ങ് ബന്ധുരഹിതയും ചെറിയ കുട്ടിയോടുകൂടിയവളുമായ എന്നെ രക്ഷിക്കൂ. വിജനമായി കാട്ടിൽ പതിയെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? അങ്ങയുടെ മകൾ എന്ന് കരുതി എന്നെ സംരക്ഷിക്കണം. ജീവൻ കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ദാനം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. എനിക്ക് ജീവൻ നൽകൂ. ഇങ്ങനെ പറഞ്ഞ് അവൾ രാക്ഷസന്റെ പാദങ്ങളിൽ വീണു. ഇതൊക്കെ കേട്ടെങ്കിലും രാക്ഷസൻ മാൻകുട്ടിയെ പുലി എന്ന പോലെ ബ്രാഹ്മണനെ ഭക്ഷിച്ചു. പതിവ്രതയായ പത്നി കോപത്തോടെ നേരത്തെ തന്നെ ശാപത്തിനിരയായിരിക്കുന്ന രാക്ഷസനെ വീണ്ടും ശപിച്ചു. സുരതാസക്തനായ എൻ്റെ പതിയെ ബലമായി പിടിച്ചു കൊന്നതിനാൽ സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അങ്ങേക്ക് മരണം സംഭവിക്കട്ടെ. കോപിഷ്ഠയായ ബ്രാഹ്മണ സ്ത്രീ വീണ്ടും ശപിച്ചു, എൻ്റെ പതിയെ ഭക്ഷിച്ച നിങ്ങൾ രാക്ഷസൻ തന്നെ ആകട്ടെ. ഈ രണ്ട് ശാപവാക്കുകളും കേട്ട് വർദ്ധിച്ച കോപത്തോടെ തീക്കട്ടകൾ ചിതറിച്ചുകൊണ്ട് രാക്ഷസൻ പറഞ്ഞു, ദുഷ്ടേ, നീ എന്തിനാണ് എന്നെ 2 പ്രാവശ്യം ശപിച്ചത്? ഒരു തെറ്റിന് ഒരു ശാപം എനിക്ക് കിട്ടേണ്ടതാണ്. ആവശ്യമില്ലാതെ എൻ്റെ മുമ്പിൽ ശാപം ചൊരിഞ്ഞതിന് നീ പുത്രനോടൊപ്പം പിശാചുക്കളുടെ ഇടയിൽ ജനിക്കും. ഉടൻ അവൾ പിശാചരൂപം പൂണ്ട് വിശന്ന് കരയാൻ തുടങ്ങി. രാക്ഷസനും പിശാചിയും കരഞ്ഞുകൊണ്ട് നീങ്ങിയത് നർമ്മദാ തീരത്തേക്കാണ്. അവരവിടെ രാക്ഷസന്മാർ അധിവസിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ഗുരുവിനോട് മര്യാദകേട് കാണിച്ച് ശാപം കിട്ടിയ ഒരു രാക്ഷസൻ വസിക്കുന്നുണ്ടായിരുന്നു. തന്റെ സമീപത്തേക്ക് ഇവർ വരുന്നത് കണ്ട് വടവിഷത്തിലിരുന്ന ബ്രഹ്മരക്ഷസ് കോപത്തോടെ ചോദിച്ചു, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ വാസസ്ഥാനത്തേക്ക് നിങ്ങൾ എന്തിനു വന്നു? എന്തു പാപം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത്? സൗദാസൻ രണ്ടുപേരുടെയും കഥകൾ പൂർണ്ണമായും ധരിപ്പിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്താണ് അങ്ങ് ചെയ്ത തെറ്റ്? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാം പറയൂ. സുഹൃത്തിനോട് വഞ്ചന കാണിക്കുന്നവൻ 10,000 യുഗങ്ങൾ പാപഫലം അനുഭവിക്കേണ്ടി വരും. സുഹൃത്തിനെ കാണുമ്പോഴാണ് ദുഃഖത്തിന് ശമനമുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും മിത്രത്തെ വഞ്ചിക്കരുത്. കന്മാഷപാതൻ പറഞ്ഞത് കേട്ട് വടവൃക്ഷത്തിലിരുന്ന രാക്ഷസൻ സന്തുഷ്ടനായി പറയാൻ തുടങ്ങി, ഞാൻ മഗധദേശത്ത് ധർമ്മപരായണനായി ജീവിച്ചിരുന്ന സോമദത്തൻ എന്ന ബ്രാഹ്മണനാണ്. വിദ്യ, ധനം, പ്രായം എന്നിവയാൽ ഉന്മത്തനായി ഞാൻ ഒരിക്കൽ ഗുരുവിനെ നിന്ദിച്ചു. അങ്ങനെയാണ് ഈ അവസ്ഥ സംജാതമായത്. എനിക്കിപ്പോൾ മനുഷ്യനെ ഭക്ഷിക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരു സ്വസ്ഥതയും ഇല്ല. ആയിരക്കണക്കിന് വിപ്രന്മാരെ ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞു. വിശന്നും ദാഹിച്ചും വലഞ്ഞ് മനസ്സിൽ ദുഃഖവുമായി മാംസം ഭക്ഷിച്ചുകൊണ്ട് ലോകത്തിന് പേടി സ്വപ്നമായി ഞാൻ കഴിയുന്നു. ഗുരുവിനെ നിന്ദിച്ചാൽ മനുഷ്യൻ രാക്ഷസനാകും. ഞാനിത് അനുഭവിക്കുന്നു. ഇനി ആരും ഇത് ചെയ്യരുത്. കന്മാഷപാതൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞ ഗുരു ഏത് തരത്തിലുള്ളവനാണ്? ബ്രഹ്മരക്ഷസ് പറഞ്ഞു, ഗുരുക്കന്മാർ പലതരത്തിലുണ്ട്. പൂജ്യന്മാരും ആദരവോടെ വണങ്ങേണ്ടവരും. അവരെക്കുറിച്ച് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. വേദം പഠിപ്പിക്കുന്നവൻ, വേദാർത്ഥങ്ങളുടെ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, ശാസ്ത്രം പഠിപ്പിക്കുന്നവൻ, ധർമ്മം പഠിപ്പിക്കുന്നവൻ, നീതിശാസ്ത്രം ഉപദേശിക്കുന്നവൻ, മന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്നവൻ, വേദങ്ങളിലെ സംശയങ്ങളെ ദൂരീകരിക്കുന്നവൻ, വ്രതചര്യകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവൻ, ഭയത്തിൽ നിന്നും സംരക്ഷണം കൊടുക്കുന്നവൻ, ഭക്ഷണം കൊടുക്കുന്നവൻ, ശ്വശുരൻ, മാതുലൻ, ജ്യേഷ്ഠ സഹോദരൻ, പിതാവ്, ഉപനേതാവ് അതായത് ഉപനയനം ചെയ്യിക്കുന്നവൻ, നിഷേക്താവ് പറയുമ്പോൾ ഭർത്താവ്, സംസ്കർത്താവ്, ഇവരെല്ലാം പൂജാർഹരായ ഗുരുക്കന്മാരാണ്. കന്മാഷപാദൻ ചോദിച്ചു, പലതരം ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞുവല്ലോ, ഇതിൽ ആരാണ് ശ്രേഷ്ഠനായിട്ടുള്ളത്? എല്ലാവരും തുല്യരാണോ? പറഞ്ഞാലും. ബ്രഹ്മർഷസ് പറഞ്ഞു, വളരെ നല്ല ചോദ്യം, ഞാൻ പറയാം. ഗുരുക്കന്മാരുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും എല്ലാവർക്കും ഗുണം ചെയ്യും. ഇവരെല്ലാം ഒരുപോലെ ആരാധിക്കപ്പെടേണ്ടവരാണ്. എന്നാലും ശാസ്ത്രങ്ങളിൽ എന്തു പറയുന്നു എന്ന് നോക്കാം. വേദം പഠിപ്പിക്കുന്നവരും മന്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നവരും ധർമ്മോപദേശം നൽകുന്നവരും പിതാവും ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ഇവരെക്കാളും മുമ്പിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയാം. സംസാര സാഗരത്തിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്ന ധർമ്മപരങ്ങളായ പുരാണങ്ങളെക്കുറിച്ച് പറയുന്നവരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ദേവപൂജയുടെ ഫലം പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നു.
എല്ലാ വേദാർത്ഥങ്ങളുടെയും സാരം പുരാണങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് പുരാണം പറയുന്നവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് മുനിമാർ പറയുന്നു. ശാസ്ത്രം പറയുന്നതും സംസാരസാഗരം തരണം ചെയ്യാൻ പുരാണം പഠിക്കണം എന്നാണ്. എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തർക്കം വാദിക്കാൻ ഉപകരിക്കുന്നു. നീതിശാസ്ത്രമാകട്ടെ ഇവിടത്തെ വാസത്തിന് മാത്രം ഉപകരിക്കും. ഇഹലോകത്തിലും പരലോകത്തിലും സുഖം തരുന്നത് പുരാണങ്ങളാണ്. ശ്രദ്ധിച്ച് പുരാണം കേൾക്കുന്ന ഒരാളുടെ ബുദ്ധി നിർമ്മലമായി തീരുകയും ധർമ്മപരായണമാകുകയും ചെയ്യും. വിഷ്ണുവിനോട് ഭക്തിയുണ്ടാകും. ഭക്തി കൊണ്ട് ധർമ്മബുദ്ധി ഉണ്ടാവുകയും അതിലൂടെ പാപങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അറിവ് അതിലൂടെ ശുദ്ധമായി തീരുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനും പുരാണം കേൾക്കണമെന്നാണ് പുരാവിത്തുകൾ പറയുന്നത്. ഞാൻ ഗംഗാതീരത്ത് വെച്ച് ഗൗതമ മുനിയിൽ നിന്നാണ് ഇതൊക്കെ കേട്ടത്. ഒരിക്കൽ ഈശ്വര പൂജയ്ക്കായി ഞാൻ അവിടെ ചെന്നു. ഗുരു അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ വണങ്ങിയില്ല. തേജോനിധിയായ ഗൗതമൻ മന്ത്രകാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശിവനെ മാത്രം പൂജിച്ചു. ഗുരുവിനോട് ആദരവ് കാണിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് രാക്ഷസഭാവം കിട്ടിയത്. അറിഞ്ഞോ അറിയാതെയോ ഗുരുവിനോട് അവജ്ഞ കാണിക്കരുത്. അങ്ങനെയുള്ളവരുടെ ബുദ്ധി, വിദ്യ, ധനം, പുത്രൻ എല്ലാം നഷ്ടമാകും. ആദരവോടെ ഗുരുവിനെ കാണുന്നവർക്കാകട്ടെ എല്ലാ സമ്പത്തുകളും ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് എന്നാണ് മോക്ഷം കിട്ടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വടവൃക്ഷത്തിലിരുന്ന രാക്ഷസൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ധർമ്മശാസ്ത്രമാണ് പറഞ്ഞത് എന്നതുകൊണ്ട് രണ്ടുപേരുടെയും പാപങ്ങൾ നശിച്ചു. കലിംഗദേശവാസിയായ ഗർഗൻ എന്നൊരു ബ്രാഹ്മണൻ അപ്പോഴേക്കും അവിടെ വന്നു. തോളിൽ ഗംഗാജലവും വഹിച്ച് വിഷ്ണുനാമങ്ങൾ ഉരുവിട്ട് സന്തോഷിച്ചാണ് വന്നിരുന്നത്. ഗർഗൻ വരുന്നത് കണ്ട് തങ്ങൾക്ക് ഭക്ഷണത്തിന് വകയായി എന്ന് കരുതി രാക്ഷസനും പിശാചിയും കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അടുത്തു. ഗർഗൻ ഉച്ചരിക്കുന്ന പേരുകൾ കേട്ടുകൊണ്ട് ദൂരെ നിന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ കഴിയാതെ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ വിപ്ര, അങ്ങയ്ക്ക് നമസ്കാരം. നാമം ചൊല്ലുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ സമീപിക്കാൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് വിപ്രന്മാരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്. അച്യുതന്റെ പേര് കേട്ടതുകൊണ്ട് രാക്ഷസന്മാരായ ഞങ്ങൾ പോലും ശാന്തരായിരിക്കുന്നു. അങ്ങ് രാഗദേശങ്ങൾ ഇല്ലാത്തവൻ ആണല്ലോ. ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഈ പാപത്തിൽ നിന്നും രക്ഷിച്ചാലും. ഹരിയെ സേവിച്ച് തന്നെ രക്ഷിക്കുന്നവൻ ലോകത്തെ തന്നെ രക്ഷിക്കുമെന്നാണ് വിദ്വാൻമാർ പറയുന്നത്. സംസാര സാഗരത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മരുന്ന് ഹരിനാമത്തിൽ നിന്നല്ലാതെ എവിടുന്ന് കിട്ടാനാണ്? മോക്ഷം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ താണുപോകുമ്പോൾ ഭക്ഷിക്കാൻ വെള്ളം വേണം. അതുപോലെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ അന്യരെ രക്ഷിക്കാനാകൂ. മഹാന്മാരുടെ ചരിത്രം ഏവർക്കും പുണ്യം നൽകുന്നതാണ്. ചന്ദ്രൻ ലോകത്തിന് മുഴുവൻ ആനന്ദം കൊടുക്കുന്നു. ഈ ലോകത്ത് ധാരാളം പുണ്യസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഒന്നുപോലും ഗംഗയിലെ വെള്ളത്തുള്ളിക്ക് തുല്യമാകില്ല. തുളസീതലത്തോടു കൂടിയ കടുകോളം വെള്ളം 21 പരമ്പരകളെ പാവനമാക്കും. ഈ പാപികളെ ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിക്കൂ. രാക്ഷസന്മാർ ഗംഗയുടെ മഹാത്മ്യം പറയുന്നത് കേട്ട് ഗർഗൻ അത്ഭുതപ്പെട്ടു. ഇവർക്ക് പോലും ഇത്രയും ഭക്തിയുള്ളപ്പോൾ ജ്ഞാനികളുടെ കാര്യം പറയാനുണ്ടോ? ഗർഗൻ തുളസിയിലിട്ട വെള്ളം അവരുടെ ദേഹത്തൊഴിച്ചു. അവർ രാക്ഷസഭാവം വെടിഞ്ഞ് ദേവതുല്യരായി. ശംഖചക്ര ഗദാധരനായ ഹരിയെപ്പോലെ അവർ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോയി. തൻ്റെ രൂപം തിരിച്ചു കിട്ടാതെ കന്മാഷപാതനും അവർക്ക് മോക്ഷം കിട്ടിയത് കണ്ട് വിഷമിച്ചിരുന്നു. ഇത് കണ്ട് സരസ്വതി ദേവി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു: അല്ലയോ രാജാവേ, ദുഃഖിക്കേണ്ട. പാപം അനുഭവിച്ചു കഴിയുമ്പോൾ അങ്ങേക്ക് നന്മ വരും. നല്ല പ്രവൃത്തി കൊണ്ട് പാപം കഴുകിക്കളഞ്ഞ വിഷ്ണുഭക്തന്മാർ വിഷ്ണുപദത്തിൽ എത്തുമെന്നത് നിസ്തർക്കമാണ്. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ദയാപരന്മാരായ ഗുരുഭക്തന്മാർക്കും വിഷ്ണുപദം സുനിശ്ചിതമാണ്. സരസ്വതിയുടെ വാക്കുകേട്ട് സന്തുഷ്ടനായ രാജാവ് ഗുരുവിൻ്റെ വാക്കുകളെ കുറിച്ച് ഓർത്തു. സന്തോഷത്തോടെ ഗുരുവിനെയും ഹരിയെയും സ്തുതിച്ചുകൊണ്ട് നടന്നതെല്ലാം വിപ്രനോട് പറഞ്ഞു. കലിംഗനെ വണങ്ങി വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് വാരാണസിയിലേക്ക് പോയി. അവിടെ 6 മാസം ഗംഗയിൽ കുളിച്ച് സദാശിവനെ വണങ്ങി ബ്രാഹ്മണ സ്ത്രീയുടെ ശാപത്തിൽ നിന്നും മോചനം നേടി പഴയ മിത്രസഹനായി സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തി വസിഷ്ഠനെ കൊണ്ട് അഭിഷേകം നടത്തി രാജ്യം ഭരിച്ചു. സ്ത്രീ ഒഴികെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വസിഷ്ഠനിൽ നിന്ന് സന്താനത്തെ സ്വീകരിച്ച് മോക്ഷം നേടി. വിഷ്ണുവിൻ്റെ വാരാണസിയിലെ ഗുണങ്ങൾ മനസ്സിലാക്കി കേട്ട് സ്മരിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത് ഗംഗാജലം പാനം ചെയ്ത് മോക്ഷം നേടണമെന്നത് ഒട്ടും അതിശയോക്തി കൂടാതെ പറയാം. കൂടുതൽ പറയാൻ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ല. ഇവളുടെ പേര് കേട്ടതുകൊണ്ട് പോലും സർവ്വപാപങ്ങളും ശമിച്ച് മനുഷ്യർ ബ്രഹ്മപദം പ്രാപിക്കുന്നു. ഗംഗ എന്ന പേര് ഉച്ചരിച്ചാൽ മാത്രം മതി ബ്രഹ്മപദം പോകാൻ. ഇതോടുകൂടി 9ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.